നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ BJP അത് വലിയ ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലും BJP ബന്ധമാണ് ചർച്ചയാകുന്നത്. RSSുമായി ആർക്കാണ് ബാന്ധവം എന്ന ചോദ്യം ഇരു വിഭാഗവും ഉന്നയിക്കുന്നു. ഇന്ന് VD സതീശൻ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് തെളിവ് സഹിതം CPMനാണ് ബന്ധം എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ MV ഗോവിന്ദൻ മാഷാകട്ടെ കഴിഞ്ഞ ദിവസം താൻ നടത്തിയ പരാമർശത്തെ വളച്ചൊടിച്ച് തെറ്റിദ്ധരിച്ചു എന്ന രീതിയിൽ ഇന്ന് പുതിയ വിശദീകരണവുമായി എത്തിയിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. RSS ബാന്ധവം ആർക്ക്? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമാണ് തങ്ങൾക്ക് RSSുമായി ബന്ധമുണ്ടായിരുന്നത് എന്നാണ് MV ഗോവിന്ദൻ്റെ വിശദീകരണം. ആ കാലഘട്ടത്തിൽ എല്ലാവരും അന്നത്തെ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു. സ്വാഭാവികമായി അതിലെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം നടന്നു. ആ ഘട്ടത്തിൽ മാത്രമാണ് ബന്ധം ഉണ്ടായിരുന്നത്. ജനസംഘം ആയി ബന്ധമുണ്ടായിരുന്നില്ല. ജനതാ പാർട്ടിയുമായി ഒരു ഘട്ടത്തിൽ ബന്ധമുണ്ടായിരുന്നു. അത് ഈ BJPയുമായി ഉള്ളൊരു ബന്ധമായി കണക്കാക്കാൻ ആകില്ല എന്നാണ് MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രതികരണം. അതേസമയം VD സതീശൻ ഇന്ന് ചില ദൃശ്യങ്ങളുമായി അന്ന് രംഗത്തെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പഴയ ബന്ധത്തെക്കുറിച്ച് MV ഗോവിന്ദൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാണ് VD സതീശൻ്റെ ആക്ഷേപം. അത് CPM സെക്രട്ടറി ചെയ്യുന്നത് മനഃപൂർവ്വമാണ്, ബുദ്ധിപൂർവമാണ് എന്ന് VD സതീശൻ പറയുന്നു. പണ്ട് നമ്മൾ കൂട്ടായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നീക്കം. ഒരു പ്രണയിനിയുടെ പ്രണയാർത്ഥമായ അപേക്ഷ പോലെയാണിത് എന്ന് തുടങ്ങിയ പ്രതികരണങ്ങളാണിത്. RSSൻ്റെയും BJPയുടെയും സഹായത്തിനു വേണ്ടിയുള്ള പ്രണയാർത്ഥമായ ഓർമ്മപ്പെടുത്തലാണ് MV ഗോവിന്ദൻ മാഷ് നടത്തുന്നത് എന്നാണ് VD സതീശൻ്റെ ആക്ഷേപം. മഹി കിള്ളിപ്പാലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മഹി, അത് അങ്ങനെ പ്രണയാർത്ഥമായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണോ MV ഗോവിന്ദൻ മാഷ് നടത്തിയത്? ഗോവിന്ദൻ മാഷ് പറഞ്ഞു സാറേ, അത് കറക്റ്റാണ്. അന്ന് കോൺഗ്രസ് ഒരു തലതിഞ്ഞ പാർട്ടി, അതിനെ എങ്ങനെ താഴെക്കാൻ വേണ്ടി നമ്മൾ ജനതാ പാർട്ടി അന്ന് കോൺഗ്രസിനെ എങ്ങനെയും താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയതാണോ? അന്ന് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ കേന്ദ്രത്തിൽ, ഇന്ന് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കേന്ദ്രത്തിൽ കയറ്റാൻ അല്ലേ? അപ്പൊ അന്ന് ജനങ്ങളുടെ അധികാരത്തിൽ 77 അധികാരത്തിൽ വന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത്. അന്ന് RSS ഒന്നല്ല, അത് ജനതാന്നുള്ള രീതിയാണ് വന്നത്. അന്ന് ബുറാജി സപ്പോർട്ട് ചെയ്തു. അതല്ല, ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വർക്ക് ചെയ്തൊന്നും വളർത്തില്ല. അത് കോൺഗ്രസ് പറയും. കാരണം എന്തെല്ലാം വേല കാണിച്ചു, എന്തെല്ലാം വേല കാണിച്ചു. അത്രേ ഉള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ വിചിത്രമായ ഒരു ഇത്. അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ, അപ്പോൾ അവരെ ഇറക്കാൻ വേണ്ടി അന്ന് BJPയുമായി കൂട്ടുകൂടി. ഇന്ന് കോൺഗ്രസ് അധികാരത്തിലില്ല, അപ്പോൾ തിരിച്ച് വീണ്ടും ആ കൂട്ടുകെട്ട് ഉപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. വളരെ വിചിത്രമായ ഒരു കമൻറ്റാണ്. കൊള്ളാം. ഏതായാലും തൻ്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചു എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഒരു കാലത്തും ഒരിക്കലും RSSുമായി ഒരു കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതിൽ തൻ്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ തെറ്റായ അർത്ഥത്തിലാണ് എടുത്തതെന്നും ആ തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നും ഒക്കെയുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അനിവാര്യമായ ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്നിട്ടുണ്ട് എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു. അത് അടിയന്തരാവസ്ഥയുടെ ഘട്ടമായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഈ പ്രതികരണം വരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്നു. അടിയന്തരാവസ്ഥ അർദ്ധഫാസിസ്റ്റ് രീതിയായിരുന്നു. അപ്പോൾ മറ്റൊന്നും നോക്കേണ്ടിയിരുന്നില്ല, യോജിക്കുന്നവരുമായൊക്കെ യോജിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുമ്പ് LDFനെ പിന്തുണച്ചത് ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു മുന്നണിയുടെ ഭാഗമാക്കുന്നത് ഇവിടെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ജമാഅത്ത് ഇസ്ലാമി തങ്ങളുടെ അസോസിയേറ്റ് ഘടകമാണെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആണ് MV ഗോവിന്ദൻ മാഷിൻ്റെ ആരോപണം. ഏതായാലും ഈ RSSുമായി സഹകരിച്ചിട്ടുണ്ട്
എന്ന് വെളിപ്പെടുത്തുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്ന് ഇപ്പോൾ പല ആളുകളും മറുവശത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ RSസുമായി സഹകരിച്ച് CPM ചില തിരഞ്ഞെടുപ്പുകൾ നേരിട്ടു എന്ന പ്രതികരണങ്ങൾ വരുന്നു. ഏതായാലും എം സ്വരാജും ഈ വിഷയത്തിൽ ഒരു പ്രതികരണമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സഹകരണത്തെ സംബന്ധിച്ച് എം സ്വരാജ് നടത്തുന്ന പ്രതികരണം വളരെ വ്യത്യസ്തമാണ്. അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ രീതിയിൽ കാണണം എന്ന തരത്തിലാണ്. അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അന്ന് EP ജയരാജൻ്റെ ആത്മകഥയുടെ പേരിൽ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന തരത്തിലൊക്കെ ഇറങ്ങിയ വിവാദങ്ങൾ CPMനെ ചില തരത്തിൽ പ്രതിക്കൂട്ടിലാക്കി. താൻ എഴുതിയതല്ല ആത്മകഥയെന്നും തൻ്റെ പേരിൽ മറ്റാരോ എഴുതിയതാണ് എന്നുമൊക്കെ EP അന്ന് വിശദീകരിച്ചിരുന്നു. EPയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പിന്നീടുള്ള ഒരു പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നതൊക്കെ CPMന് തലവേദനയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അന്നത്തെ ആ വിവാദങ്ങൾ വന്നത്. എന്നാൽ ഇന്നിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സമാനമായ രീതിയിൽ ഉള്ള ഒരു പ്രശ്നമാണ് അവിടെ അവശേഷിക്കുന്നത്. ദാസൻ കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, കേൾക്കാമോ? യെസ്. ഈ RSS ബന്ധം ആർക്കാണ് ശ്രീദാസൻ? അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ഇവിടെ ചെറിയ ഒരു ശബ്ദത്തിന് പ്രശ്നമുണ്ട്. ഇവിടെ ഒരു പണി നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു തീർത്തും സുന്ദരമായ കുറെ പ്രസ്താവനകൾ സ്വരാജ് ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ അല്ല, ശബ്ദം ക്ലിയർ അല്ല. ഞാൻ താങ്കളിലേക്ക് വരാം, ഒട്ടും മനസ്സിലാകുന്നില്ല. ഷാജി പത്തനംതിട്ടയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ഷാജി കേൾക്കാമോ? എനിക്ക് തോന്നുന്നു ഷാജി TV-യിൽ ശ്രദ്ധിക്കുന്നു. ഓക്കെ, ഞാൻ ജയകുമാറിലേക്ക് നീങ്ങാണ്. ശ്രീ ജയകുമാർ, ഷാജി എനിക്ക് തോന്നുന്നു TV-യിൽ ശ്രദ്ധിക്കുകയാണ്. ജയകുമാർ, ഓക്കെ. അടുത്ത പ്രേക്ഷകൻ ശ്രീ മോഹൻദാസ് ആലത്തൂർ. ശ്രീ മോഹൻദാസ്, അങ്ങക്ക് ഒരു പക്ഷേ ആ കാര്യമൊക്കെ ഓർമ്മയുണ്ടാകും. വളരെയധികം വിദൂരമല്ല, 1980കളിലൊക്കെയാണ്, അങ്ങയുടെ യൗവന കാലഘട്ടത്തിലൊക്കെയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ 89-ലെ പടമാണെന്ന് VD സതീശൻ പുറത്തുവിടുന്നത്. അതിൽ അടൽ ബിഹാരി വാജ്പേയി ഉണ്ട്, രാമറാവു ഉണ്ട്, LK അദ്വാനി ഉണ്ട്, VP സിംഗ് ഉണ്ട്, EMSഉം ജ്യോതി ബാസും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് പൊതുജനം മനസ്സിലാക്കുന്നത്? ഹലോ, നമസ്കാരം. നമസ്കാരം. ഇന്ന് ഞാൻ ഒന്ന് പ്രോത്സാഹൻ വേണ്ടി പറയില്ല. ഇന്ന് വളരെ ഗംഭീരമായിട്ടുണ്ട്. സാധാരണഗതിയിൽ മനുവിന്റെ സംസാരം നല്ല സുഖമാണ്. അപ്പൊ കണ്ടിരിക്കാനൊരു സുഖമായി തോന്നിയിട്ടുണ്ട്. എന്താ പറയാ, കുറച്ചും കൂടി തടിയും കൂടി വന്നു കഴിഞ്ഞാൽ മോഹൻലാലിനെ എന്തായാലും തോന്നിക്കും. അങ്ങനെ ആ മട്ടിലാണ് ഇന്നത്തെ. ഞാൻ തടി കുറയ്ക്കാനുള്ള പരമാവധി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുറന്നു പറയണം. ഗംഭീരമായിട്ടുണ്ട്. പിന്നെ 2 ദിവസം മുമ്പ് ഒരാൾ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ വെച്ച്, ഞാൻ ആളുടെ പേരൊന്നും പറഞ്ഞില്ല, അതെന്താ അത് എങ്ങനെ മനു ഡീൽ ചെയ്തു എന്നറിയോ. പിന്നെ അത് മാത്രമല്ല, അപ്പോഴത്തെ അവതരണ ആ യുദ്ധത്തിന്റെ കാര്യങ്ങളെ ആ വിഷ്വൽസ് കാണിക്കലും മനു ഇങ്ങനെ എന്താ പറയാ മണി പോലെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഒരു ലാഗ് ഇല്ലാതെ. അതായത് എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. എവിടുന്ന് കിട്ടുന്നുണ്ട് ഈസിയല്ല. അയ്യോ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്തായാലും. ഇനി ഒരുപാട് ഉയരങ്ങളിൽ കാണാൻ ഞാനുണ്ടാവില്ല, പക്ഷെ മനു എന്തായാലും ഉണ്ടാവും. അങ്ങയുടെ ഈ സ്നേഹവും പിന്തുണയും അത് എല്ലാ കാലത്തും ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ഞാൻ ഓർക്കും. അതൊരു ഊർജ്ജമായി തന്നെ എൻ്റെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. ഓക്കെ, യെസ്. എനിക്കൊന്നത് അടുത്ത നമ്മുടെ പ്രേക്ഷകൻ ശ്രീ റഷീദാണ്, കൊയിലാണ്ടിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ റഷീദ്, ശ്രീ റഷീദ്, ഈ RSS ബന്ധം ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുകയാണ്. ഇപ്പോൾ VD സതീശൻ പറയുന്നത് കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഏത് ചെകുത്താനുമായി കൂട്ടുകൂടി കോൺഗ്രസിനെ പരാജയപ്പെടുത്താനും CPM ശ്രമിക്കും എന്നാണ് പറയുന്നത്. ഒരു ബന്ധം, ഒരു ബാന്ധവം ഈ ഇവിടെ ഉണ്ടോ നിലമ്പൂരിൽ, അതോ വെറുതെ പറയുകയാണോ ഇത്? ശ്രീ റഷീദ്, ഹലോ, കേൾക്കാമോ? ഒന്നുകൂടി പറയൂ. ഞാൻ ചോദിക്കുന്നത്, VD സതീശൻ പറയുന്നത്, ആരോപിക്കുന്നത് ഇത് ഒരു നിലമ്പൂരിൽ ഒരു RSS BJP CPM ബന്ധമുണ്ട് എന്നാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, അതോ അത് ന്യൂനപക്ഷ വോട്ടുകളെ കൺസോൾഡേറ്റ് ചെയ്യിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ്? ഈ സത്യത്തെ ഏറെക്കാലം മൂടിവെക്കാൻ കഴിയില്ല എന്നത് ആണ് ഈ പ്രിയപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും എന്നൊരു പഴമൊഴിയില്ല.
യഥാർത്ഥത്തിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ RSS CPM ബാന്ധവം 77 തുടങ്ങിയതാണ്. അന്നത്തെ BJPയുടെ നേതാവ്, അതായത് ജനസംഘത്തിന്റെ നേതാവ് 1977 ഈ ബാന്ധവം വളരെ ശക്തമായിരുന്നു എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുമുണ്ട്. എന്നിട്ടാണ് ഇപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ റഷീദ്, അവരുടെ ഒരു ന്യായീകരണമല്ല, ഒരു വിശദീകരണം 75 അടിയന്തരാവസ്ഥ ഉണ്ടായി, അപ്പോൾ സെമി ഫാസിസ്റ്റ് രീതിയിലുള്ള ഒരു ഭരണമുണ്ട്. അടിയന്തര അത് ലൈവായിട്ട് നിലനിൽക്കുന്നുണ്ട് മനു, ഇന്നും ലൈവായി നിലനിൽക്കുന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് BJP നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന രൂപത്തിലായിരുന്നു കാര്യങ്ങൾ. അവസാനം എവിടെയൊക്കെ പോയി തപ്പിപ്പിടിച്ച് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയിരിക്കും. BJPയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ അദ്ദേഹത്തിന് ആ സമയത്ത് മെമ്പർഷിപ്പ് കൊടുത്ത് BJPയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ ആരും തന്നെ ഇദ്ദേഹത്തിന് മോഹൻ ജോർജിന് വോട്ട് പിടിക്കാൻ വന്നിട്ടുമില്ല. അപ്പൊ ഈ സുരേഷ് ഗോപി വന്നില്ല, പിന്നെ മോഹൻ ജോർജിന് സുരേഷ് ഗോപിയെ ഒരു BJP പ്രഗത്ഭൻ കേരളത്തിൽ സുരേഷ് ഗോപി, അവരുടെ ഏക പാർലമെന്റ് അംഗം, കേന്ദ്രമന്ത്രി. അപ്പൊ ഇതെന്താണ് വിളിച്ചു പറയുന്നത് വെച്ചാൽ, തീർച്ചയായും എപ്പോഴും ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരാണ് ഞങ്ങളാണ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നതെന്ന് പുറത്തു പറയുകയും RSSുമായി കൂട്ടിച്ചേരുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് CPM. അതിന്റെ മറുപടിയാണ് നിലമ്പൂരിൽ വരാൻ പോകുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിലമ്പൂരിൽ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ശ്രീ റഷീദ് ഭൂരിപക്ഷത്തെക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ UDF വിജയിക്കും, ആര്യാണ് ഷൗക്കത്ത് വിജയിച്ചിരിക്കും. ശരി, ഓക്കെ. ഏതായാലും ശ്രീ റഷീദ് കൊയിലാണ്ടി നമുക്കൊപ്പം ചേർന്നു. അദ്ദേഹം UDFന് വലിയ വിജയപ്രതീക്ഷ കാണുന്ന ആളാണ്. ഇപ്പോഴും CPM RSS ബന്ധമുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ജയകുമാർ, നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അപ്പോൾ TV മ്യൂട്ട് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അത് നോക്കിയാൽ ലാഗ് ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി അറിയേണ്ടതാണല്ലോ, പിന്നെ എന്ത് പറ്റി? അതെ, അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നോയ്സ് ഇങ്ങനെ പൊട്ടലും ചീറ്റലും വന്നുകൊണ്ടിരിക്കുന്നു. അത് പലരും വിളിക്കുന്നതിലും അത് കാണിക്കുന്നുണ്ട്. അതെയോ, എന്തോ ഒരു എനിക്ക് ഈ മഴ മാത്രമല്ല, ഇവിടെ ഞങ്ങൾ ചില സാങ്കേതിക അപ്ഗ്രഡേഷൻ ഒക്കെ നടത്തി, അപ്പോൾ അതിൻ്റെ ഒന്ന് സിങ്ക് ആകുന്നതിൻ്റെയൊക്കെ ഒരു പ്രയാസമായിരിക്കും. ഏതായാലും അങ്ങക്ക് എന്ത് തോന്നുന്നു, ഈ ആരുമായിട്ടാണ് ഈ BJPക്ക് ബാന്ധവം ഉള്ളത്? ഈ ബാന്ധവം ഇടതുപക്ഷത്താണെന്നുള്ളത് വ്യക്തമായിരുന്നല്ലോ. അതാണല്ലോ അവരിവിടെ അഡ്ജസ്റ്റ്മെന്റ് നിർത്താതിരുന്നത്. BJP കാൻഡിഡേറ്റ് വേണ്ടാന്ന് തീരുമാനിച്ചത്. തീരുമാനിച്ചെങ്കിലും പിന്നെയുള്ള ഇലക്ഷനെ എങ്ങനെ അവർക്ക് രംഗത്ത് വരാൻ ടെലിഫോൺ ക്ലിയർ അല്ല. എനിക്ക് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഓക്കെ, ഫൈസൽ മഞ്ചേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഫൈസൽ, ഈ നിലമ്പൂരിലെ കാറ്റ് മഞ്ചേരിയിൽ അടിക്കുന്നുണ്ടോ ഫൈസൽ? ആ തെരഞ്ഞെടുപ്പ് ചൂട് അവിടെ പ്രകടമാണോ? തീർച്ചയായിട്ടും മഞ്ചേരിയിൽ അടിക്കുന്നുണ്ട്. എന്താണ് ഓക്കെ, ശ്രീ ഫൈസലിന് എന്ത് തോന്നുന്നു? അവിടെ ഈ പറയുന്ന പോലെയൊക്കെ പരസ്പര ബാന്ധവവും അന്തർധാര്യവും ഒക്കെ ഉണ്ടോ? ഇവിടെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. കാരണം വെൽഫെയർ പാർട്ടിയുമായിട്ട് UDF ആണ് ബന്ധത്തിലുള്ളത്. സകല വാദികളെയും കൂട്ടുപിടിച്ചിട്ടാണ് അവർ ഈ ഇലക്ഷനിൽ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു വർഗീയ ശക്തികളുടെയും വോട്ട് വേണ്ട എന്നുള്ളത് ഇടതുപക്ഷം പറഞ്ഞാണ്, അല്ലേ? പിന്നെ ഈ 1980 ജനതാ പാർട്ടിയുടെ ലെവലിൽ മത്സരിച്ച സുധാകരനൊക്കെ ഉള്ളപ്പോ അല്ലേ പൊതുസമൂഹത്തിന് അറിയില്ല എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർ RSSുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുന്നത് ആദ്യം തോന്നുന്നു. ഈ വിളിച്ചു പറയുന്ന കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം എന്ത് ഈ പറയുന്നത് വിഡിത്താണെന്നുള്ളത്. ശരി, ഏതായാലും ഫൈസൽ മഞ്ചേരി എന്നാണ് വിളിക്കുന്നത്. ഫൈസൽ ഈ പ്രചരണ രംഗത്തൊക്കെ ഉണ്ടോ, അതോ ഒരു അനുഭാവി മാത്രമാണോ? അല്ല, ഞാൻ പ്രചരണ രംഗത്ത് കാണാൻ പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടുത്തെ പ്രചരണമൊക്കെ? നന്നായിരുന്നോ? പോയി വളരെ ആവേശപരമായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അവിടെ പിന്നെ 2 മാസം മുമ്പേ അവിടെ എല്ലാ പാർട്ടികളും പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. അവിടെ അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് അവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരു 4000 to 8000 വോട്ടിന്റെ ഭൂരിപക്ഷത്തില് സ്വരാജ് വിജയിച്ചിരിക്കും, ഷുവറാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 23-ാം തീയതി കഴിയുമ്പോൾ നമുക്ക് പൊതുവേദിയിലൊക്കെ ഒന്നും കൂടെ ഫൈസൽ വിളിക്കണം.
അപ്പൊ ഫൈസൽ പറഞ്ഞ ഈ പ്രവചനം എത്ര കണ്ട് ശരിയായി? വേറെ ഒന്നും കൂടെ പറയാനുണ്ട്. അവിടെ ആര്യാടൻ ഷൗക്കത്ത് 3 വർഷത്തേക്കാ. ശരി. കാരണം ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം ലീഗിന്റെ ഒരു വോട്ട് പോലും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടൂല. കിട്ടോ? എനിക്കറിയില്ല. ഞാൻ ഫൈസൽ ലീഗ് കൊടുക്കുമെന്നാണല്ലോ അവരുടെ നേതാക്കൾ പറയുന്നത്. ഞാൻ അത് വിശ്വസിക്കുകയാണ്. നോക്കാം നമുക്ക്. ഏതായാലും 23-ാം തീയതി കഴിഞ്ഞ് ഒന്നും വിളിക്കും. ഞാൻ ഇത് ഓർത്തു വെക്കാം. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഏകദേശ ധാരണ വെച്ചാണല്ലോ പറയുന്നത്. അത്രയ്ക്ക് അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ടാത്ത സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത്. അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ടാതെ താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രദീപ് തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. പ്രദീപ്, ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും RSS ബാന്ധവം ഒരു ചർച്ചയായി മാറുകയാണല്ലോ. RSSുമായി അവർക്കാണ് ബന്ധമെന്ന് ഇവരും, ഇവരാർക്കാണ് ബന്ധമെന്ന് അവരും, എല്ലാ ഘട്ടത്തിലും ഇങ്ങനെ തർക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീ പ്രദീപിന് എന്ത് തോന്നുന്നു? ഇത് എന്തിൻ്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത്? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. ഫോണ് വലിയ ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല, എന്ത് പ്രശ്നമൊന്നും അറിയത്തില്ല. എന്തായാലും മിസ്റ്റർ മനു, ഈ RSSുമായിട്ട് മാത്രമല്ല, CPM തരാതരം അവർക്ക് അധികാരത്തിന് വേണ്ടിയും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവര് ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടിയുമായി അവർ ചേർന്ന് ഭരണത്തിൽ പങ്കാളിവരായിട്ടുണ്ട്. ബീഹാറില് അവര് ഭരണത്തിന്റെ RSSുമായി BJPയുടെ ജനസംഘവുമായി എന്നിട്ട് അവരതില് ഭരണത്തിൽ പങ്കുചേർന്നിട്ടുണ്ടെന്നേ. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ബംഗാളില് അവിടെ എന്താണ് അവിടുത്തെ അവസ്ഥ? പിന്നെ ഈ എല്ലാ പാർട്ടികളും PDP, SDPI, പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്, പിന്നെ അങ്ങനെ ഇവിടുത്തെ എല്ലാ എക്സ്ട്രീംസുകളുമായിട്ടും ഇവര് കൂട്ടുകൂടുകയും തരാതരം അവരുടെ ആവശ്യങ്ങൾ സാധിക്കുകയും ചെയ്യും. എനിക്ക് ഒരു സംശയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അധികം നീട്ടുന്നില്ല, ഒരു സംശയമുള്ളതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ലാവ്ലിൻ കേസ് 45 തവണ മാറ്റിവെച്ചു. അപ്പോ നേതാക്കൾ തമ്മിൽ ബന്ധമുണ്ട്. പിന്നെ അണികൾക്ക് ഇതൊന്നും പറഞ്ഞുകൂടാ, കാരണം പൊതുവെ അണികൾക്ക് ഇതൊന്നും അറിയാൻ താല്പര്യമില്ല, കാരണം അവർ അന്ധമായി അതിനെ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞത്, NV ഗോവിന്ദൻ ആദ്യമായിട്ട് ചരിത്രത്തിൽ എന്റെ കേൾവിയിൽ ഒരു സത്യം പറഞ്ഞു. അതിന് അദ്ദേഹത്തിന് ഒരു അഭിനന്ദനങ്ങൾ. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന്. സുരേന്ദ്രനെ പോലെ ഒരാളെ ഞാൻ കാത്തിരിക്കാം. സുരേന്ദ്രൻ എന്തായാലും ഇത് ആധികാരികമായൊക്കെ നോക്കിയിട്ടായിരിക്കുന്നു വന്നിട്ടുണ്ടാകും. ശ്രീ സുരേന്ദ്രന് എന്ത് തോന്നുന്നു? ഇവിടെ സുരേന്ദ്രൻ ഈ MV ഗോവിന്ദൻ മാഷ് CPMനെ വെട്ടിലാക്കിയോ, അതോ അദ്ദേഹത്തിന് എന്തെങ്കിലും നാക്കുപിഴ സംഭവിച്ചോ, അതോ അത് അദ്ദേഹം പറഞ്ഞത് ശരിയായ രീതിയിൽ ജനം ഉൾക്കൊണ്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ മാധ്യമങ്ങൾ ഉൾക്കൊണ്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? നമസ്കാരം സാറേ. ഫോണിൽ നേരത്തെ പറഞ്ഞ പ്രശ്നം പറഞ്ഞ മാതിരി ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും സാറിന് കേൾക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറയാണ്. തൃപ്പൂണിത്തറയിലാണ് സ്വരാജ് ഇതിന് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ സമീപകാലത്തെ കാര്യങ്ങൾ എടുക്കാം. 50 കൊല്ലത്തെ കാര്യങ്ങൾ നമ്മൾ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടി രൂപീകരിച്ചതും അന്നത്തെ നേതാക്കന്മാരൊക്കെ ഈ ജോർജ് ഫെർണാണ്ടസ്, അതുപോലെ മറ്റേ മൊറാർജി ദേശായി, അങ്ങനെ ചരൺ സിംഗ്, അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ കൂടിയിട്ടാണ് അന്ന് ഈ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയത്. അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ആ ജനതാ പാർട്ടി രൂപം കൊണ്ടത്. അതിനെ സപ്പോർട്ട് ചെയ്തെന്നാണ് പറയുന്നത്. 50 കൊല്ലം മുന്നുണ്ടായത് കാര്യം. നമുക്ക് സമീപകാലത്തെ ചരിത്രങ്ങളൊന്നും നോക്കി നോക്കാം. സ്വരാജ് മത്സരിച്ച് തൃപ്പൂണിത്തറയാണ്. ഈ തൃപ്പൂണിത്തറ BJP കാൻഡിഡേറ്റ് മത്സരിച്ച് രാധാകൃഷ്ണൻ സാറാണ്. PSC മെമ്പറായിരുന്ന രാധാകൃഷ്ണൻ സാറാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. BJPക്കാര് K ബാബു എന്ന അവിടുത്തെ നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന ബാബുവിനെ വോട്ട് മറച്ചു എന്ന് പറഞ്ഞിട്ട് രാധാകൃഷ്ണൻ സാറ് പരാതി കൊടുത്ത്. രാധാകൃഷ്ണൻ സാറാണ് പറഞ്ഞത്. ആ പരാതിയെ പറ്റി BJP അന്വേഷിച്ചിട്ടില്ല. പിന്നെ തൃശ്ശൂര് മുരളി, മറ്റേ സുരേഷ് ഗോപി സാറ് അവിടെ മത്സരിച്ച 76,000 വോട്ടിന്റെ ഇവരെന്നെ, അതായത് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു, ഞങ്ങള് 76,000 വോട്ട് ശ്രീ സുരേഷ് ഗോപിക്ക് മറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചരിത്രങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറവൂരില് ശ്രീ സതീശൻ ആരുടെ അവിടെ വിളക്ക് കൊളുത്താൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സതീഷ് സാറ് എപ്പോഴും കുറെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയും. പക്ഷെ അദ്ദേഹം ചെയ്ത് അദ്ദേഹം മറക്കുകയാണ് എപ്പോഴും മതി. അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ പറയുക, ഞാൻ ഒരു മത നേതാക്കന്മാരെയും തിണ്ണ നിരങ്ങാൻ ഞാൻ പോവില്ല എന്നാണ് ഫസ്റ്റ് പറഞ്ഞ വാക്ക്. എന്നിട്ട് പിന്നെ അവിടെ മറ്റേ NSSന്റെ ഈ മറ്റേ സുകുമാരൻ നായരൊക്കെ വളരെയധികം വിമർശിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് പറയണത് ഇപ്പൊ ഈ മുസ്ലിം തീവ്രവാദി സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പറയാനായിട്ട് അദ്ദേഹം പറയണത് എന്താണെന്ന് അറിയാം, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല, ഒരു പൊതുവൽക്കരിക്കുക എന്ന് പറയില്ല, നമ്മളെ നിസ്സാരമായിട്ട് പറയില്ലേ, അതാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ വളരെ നിസ്സാരം, ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ വളരെ മോശകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ DD സതീശന്റെ ഒരു പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് പരിഹസിക്കുക,
പുച്ഛം, അവജ്ഞ, മറ്റുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല, ഇങ്ങനെയുള്ള രൂപത്തിലാണ് ഈ പറഞ്ഞത്. പിന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞ 50 കൊല്ലത്തെ മുന്നുണ്ടായിരുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഈ അവസരത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അത് പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹം ഒരു പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ്, കൃത്യം. ഓക്കെ. വിനോദ് വടകരയിൽ നിന്നാണ് ചേരുന്നത്. വിനോദ്, വടകരയിലും ആ ഒരു തർക്കം ഒക്കെ നമുക്ക് അങ്ങോട്ട് അതിൻ്റെ ചൂട് വടകരയിലേക്കും വരും. അതിനടുത്ത് കിടക്കുന്നതാണല്ലോ നിലമ്പൂർ. ഇവിടുന്ന് നോക്കുമ്പോൾ കേട്ടോ, തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ കുറെ കൂടി അടുത്താണ് വടകര. അതെ, നമസ്കാരം. അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയാം, യാതൊരുവിധ ഇദ്ദേഹം ഒരു സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ വളരെ പക്വതയില്ലായ്മയാണ്. ഞാൻ ഈ ഒരു സംസ്ഥാന സെക്രട്ടറിമാരെന്ന് പറഞ്ഞാല് ആശയത്തിന്റെയും ആശയ ദൃഢതയും അതുപോലെ തന്നെ സൈദ്ധാന്തികമായ സംവിധാനങ്ങളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനം. ഇദ്ദേഹം സൈദ്ധാന്തിക പഠിപ്പിക്കുന്ന ഒരാളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം രാജീവ് ഒക്കെ ഈ സൈദ്ധാന്തികത്തിനെ വലിയ ലെവലില് പിന്നെ പറയുന്ന ഒരാളെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സംസ്ഥാന സെക്രട്ടറി ആയ ആ സമയം മുതൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ സംഭവങ്ങൾക്കൊന്നും സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ചിരിച്ചു പോകുന്ന രീതിയിലുള്ള ചില പ്രയോഗങ്ങളാണ്. 35 ട്രെയിൻ കേരള നമ്മൾ ഇതിൽ വരിക, ഇങ്ങനെ അങ്ങോട്ട് പോവുക. ഒരു 5-6 ട്രെയിനിന്റെ അപ്പുറം ഒരു കേരളത്തിലെ വടക്കേ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ഹോപ്പും ഇല്ല, ആൾക്കാരെ കാണാനില്ല എന്ന് പറയുന്ന ഒരു അവസരത്തിൽ ഒരു സംസ്ഥാന സെക്രട്ടറി വന്ന് പറയുകയാണ് 35 ട്രെയിൻ, ഓരോ മിനിറ്റും ഓരോ ട്രെയിൻ. ബോംബെ എന്ന് പറയുന്ന ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിലടക്കം നടക്കുക. അങ്ങനെ ഓരോ വിഷയവും ഇദ്ദേഹം പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ പക്വതയില്ലായ്മയാണ്. ഇതൊക്കെ ഈ സത്യം പറയുകയാണെങ്കിൽ ഈ നമ്മളെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ആശയപരമായിട്ടുള്ള വളരെയധികം ദാരിദ്ര്യത്തിലാണ്. ഈ നായർ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് നായരെ ഒരു സ്ഥാനാർത്ഥിയാക്കുക, നാടാറുള്ള സ്ഥലത്ത് നാടാറാക്കുക, മുസ്ലിമുള്ള സ്ഥലത്ത് മുസ്ലിം. ഈ ഒരു സംവിധാനത്തിൽ യാഥാർത്ഥ്യ ബോധം തീരെ തൊട്ടുകൊടുക്കേണ്ടതില്ലാതെ, ആശയ ദൃഢതയില്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു സൈദ്ധാന്തിക സംവിധാനങ്ങളെ യാതൊരുവിധ ഒരു പ്രതീക്ഷയില്ലാതെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് CPIM ഈ വർഷങ്ങളായിട്ട് നമ്മുടെ വ്യക്തമാണ് താങ്കളുടെ. ഏതായാലും കൃത്യമാണ്. പിന്നെ ശബ്ദവും ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമ്മുടെ നിരവധി പ്രേക്ഷകർ യൂട്യൂബിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് എന്നോട് പറയുന്നു. ഗോളാന്തരം വന്നിട്ടുണ്ട്. പിന്നെ അരുന്ധതി കോലംപറമ്പത്ത് എൻ്റെ ഒരു സ്ഥിരം നമ്മുടെ പൊതുവേദിയുടെ പ്രേക്ഷകരെയാണ്. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. ജയകുമാർ പിന്നെ സ്വാഭാവികമായി നമ്മുടെ പ്രേക്ഷകനാണ്. പ്രമോദ് നാണു നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എത്തിയിട്ടുണ്ട്. സതീഷ് RSSൻ്റെ പേര് പറഞ്ഞ് മുസ്ലിം വോട്ട് നേടാൻ ശ്രമിക്കുന്നു എന്നാണ് സതീശൻ ചെയ്യുന്നത് എന്നാണ്, ഇത് ഹിന്ദുക്കൾ മനസ്സിലാക്കുമെന്നാണ് പ്രമോദ് നാണു പറയുന്നത്. ഓക്കെ, മോഹനൻ ES പാട്ട് പാടുകയാണ്. വരുമല്ലോ രാവിൽ പ്രിയതമൻ സഖി എന്ന് പറഞ്ഞാൽ ഇത് പ്രണയാർത്ഥമായി എന്നുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പ്രണയാർത്ഥരായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ആണെന്നൊക്കെ VD സതീശൻ പറഞ്ഞത് കൊണ്ടായിരിക്കണം അങ്ങനെ. അപ്പോൾ ജലേഷ് ജോൺ പറയുന്നു ഹിന്ദുക്കൾ മുഴുവൻ RSS ആണോ എന്ന് ചോദിക്കുന്നു. ഷാജി ഭാസ്കർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഹായ് ഷാജി ഭാസ്കർ. സുനിൽ കുമാറും നമസ്കാരം എന്ന് പറയുന്നുണ്ട്. നമസ്കാരം സുനിൽ. അപ്പോൾ മോളൊക്കെ +2 മോള് വലിയ വിജയം കഴിഞ്ഞ ദിവസം കരസ്ഥമാക്കിയ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ തുടർ പഠനത്തിൻ്റെ വിശേഷങ്ങളും കൂടി പങ്കുവയ്ക്കും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ കാറ്റ് കിറ്റ് എന്നോട് പറഞ്ഞു ഗുഡ് ഈവനിങ് മിസ്റ്റർ മനു എന്ന് പറയുന്നത് സിംഗപ്പൂരിലിരുന്നാണ് പൊതുവേദി കാണുന്നത്. ഓക്കെ. അപ്പോൾ VC തോമസ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസിൻ്റെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ എല്ലാ കോൺഗ്രസ് വിരുദ്ധരും ഇന്ത്യയിൽ ഒരുമിച്ച് നേരിട്ടൊരു തെരഞ്ഞെടുപ്പാണ്. അത് അന്ന് അതിൽ K സുധാകരൻ ഉണ്ടായിരുന്നു, അതാണ് സത്യം എന്ന് പറയുന്നു VC തോമസ്. പക്ഷേ എനിക്ക് തോന്നുന്നു VD സതീശൻ ഇന്ന് പറഞ്ഞ അതല്ല, 1989 രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ ഇവരെല്ലാം ഒരുമിച്ചിരുന്നതിൻ്റെ ചിത്രമാണ് VD സതീശൻ ഇന്ന് പുറത്തുവിട്ടതെന്നാണ് പറയുന്നത്. ഓക്കെ. ജയകുമാർ, സുനിൽകുമാർ, സ്വരാജ് 7000 മുതൽ 12000 വരെ വോട്ടിന് വമ്പൻ പരാജയമായിരിക്കും എന്ന് ഒരു ഗോളാന്തരം പറയുന്നു. ഓക്കെ. തമ്പുരാൻ്റെ അമ്മ ഹായ് എന്ന് എന്നോട് പറയുന്നു. അപ്പോൾ തമ്പുരാൻ്റെ അമ്മയ്ക്കും എൻ്റെ ആശംസകൾ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഒരു പ്രേക്ഷകൻ വരുന്നത് ദിവാകരൻ. ശ്രീ ദിവാകരൻ, കുറേ പ്രേക്ഷകർ ഇങ്ങനെ ലൈനിൽ നിൽക്കുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ബാന്ധവം ഉണ്ടോ ഇല്ലയോ? കേൾക്കാമോ? ബാന്ധവം ആരുമായിട്ടാണ്, ഉണ്ടോ ഇല്ലയോ? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. വളരെ ചുരുങ്ങിയ വാക്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോരു മതസ്ഥരുടെ ഇതിലേക്ക് പോയിട്ട് അത് ഭീകരവാദത്തിലേക്ക് പോകുന്നതെന്നല്ലേ പറയുന്നത്. എല്ലാ നദികളും കടലില പോകും. എനിക്കൊന്ന് ടെലിഫോൺ ലൈനിൽ എന്തോ വ്യാപകമായ പ്രശ്നമുണ്ട്. തലശ്ശേരിയിൽ നിന്നാണ് ശ്രീ ദിവാകരൻ വിളിച്ചത്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അജയ്കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഒരു പക്ഷേ അജയ്കുമാറിന് ആ കാലഘട്ടത്തിൽ ഓർമ്മയുണ്ട്, 1989 കാര്യം. ഞാനും അന്ന് വിദ്യാർത്ഥിയായിരുന്നൊരു സമയമാണ്. എനിക്ക് ഓർമ്മയുണ്ട് അന്ന്
അങ്ങനെ VP സിംഗ് വരുന്നു, പിന്നെ ചന്ദ്രശേഖർ സർക്കാരൊക്കെ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പിന്നെ ശ്രീ അജയ്കുമാറിന് ഓർമ്മ കാണും. ശ്രീ അജയ്കുമാർ, ഈ ബാന്ധവം എല്ലാ തെരഞ്ഞെടുപ്പിലും ആരോപിക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ ബാന്ധവം എല്ലാവർക്കും ഉണ്ട് എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതോ എന്താണ് ഇതിൽ നിന്ന് ശ്രീ അജയ്കുമാറിന് മനസ്സിലാകുന്നത്? ഒരു ആന്റി കോൺഗ്രസ് മൂവ്മെന്റ് ആയിട്ട് 1967 പശ്ചിമ ബംഗാളിലും കേരളത്തിലുമാണ് ഈ അലയൻസ് രൂപപ്പെട്ടിട്ടുള്ളത്. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന്റെ അടിത്തറ ഇളകിക്കളഞ്ഞ 67 ഈ ഒരൊറ്റ അലയൻസും, ഈ അലയൻസ് ഇന്നത്തെ വേറെ പാർട്ടികളുണ്ടല്ലോ. അതിനുശേഷം പിന്നെ കോൺഗ്രസ് 2-3 വർഷം ഒരു ഷാഡോ ഗവൺമെന്റ് ആയിട്ട് വന്നു പോയതല്ല. പിന്നെ നാളെ ഇതുവരെ കോൺഗ്രസ് തിരികെ വന്നിട്ടില്ല. അപ്പോൾ അന്ന് അവിടെ അലയൻസ് ഉണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു 67 EMS അധികാരത്തിൽ വരാൻ. അല്ല, പക്ഷെ അത് 1967 ഉണ്ടായിരുന്നത് ജനസംഘവുമായാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അന്ന് ഇവരുടെ പൂർവ്വ ഇപ്പൊ നമ്മൾ BJP എന്ന് പറയുന്നത് ജനസംഘം. പിന്നെ പക്ഷേ 75 ആയപ്പോഴേക്കും അത് ജനതാ പാർട്ടിയായി. പിന്നീട് അന്ന് VP സിംഗ് എല്ലാം ഒന്നിച്ചു നിന്ന് ഇവരെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഈ VP സിംഗ് അധികാരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ VP സിംഗിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ജനതാ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെല്ലാം ഏറ്റവും ജനതാ പാർട്ടി അല്ലല്ലോ അന്ന്, ഇതല്ലേ VP സിംഗിന്റെ കാലത്ത് BJP അല്ലേ 89-ലല്ലേ? 89 BJP ആണ്. BJPയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർക്ക്. 75-ൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ അത് ജനതാ പാർട്ടിയായിരുന്നു. അന്ന് ജനതാ പാർട്ടിയുമായി ബന്ധമായിരുന്നു. ബന്ധമുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഈ നമ്മുടെ 67-ലെ സപ്പോർട്ടാണ് ഇതിന്റെ കൃത്യമായിട്ട് അവർ ഒന്നിച്ച് പശ്ചിമ ബംഗാളിൽ ഇലക്ഷന് വേണ്ടി പ്രവർത്തിച്ചത് തന്നെയാണ്. കേരളത്തിലും പ്രവർത്തിച്ചാണ്, പശ്ചിമ ബംഗാളിൽ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ചതാണ്. കോൺഗ്രസിന്റെ അടിത്തറകളൊക്കെ കളഞ്ഞ പ്രവർത്തനമായിരുന്നത്. അതുപോലെ തന്നെ 75-77 അടിയന്തരാവസ്ഥ, 80 കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരാളെ സംസാരിക്കുള്ളൂ എന്ന് പറയപ്പോഴേ അവരെ എടുത്തു മാറ്റാൻ ഇവര് ശക്തമായിട്ട് ഇവർ ഒന്നിച്ച് പ്രവർത്തിച്ചതാണ്. ഇവർ മാത്രമല്ല, മറ്റു പല സംഘടനകളും ഒന്നിച്ച് പ്രവർത്തിച്ചതാണ്. അപ്പം സൈദ്ധാന്തികമായിട്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഈ പ്രവർത്തനങ്ങൾ ഇവർ സഹകരിക്കേണ്ട മേഖലയിൽ ഒന്നിച്ച് സഹകരിച്ചിട്ടുണ്ട്. അതൊരു അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ്. എനിക്ക് അതിനോട് വിയോജിപ്പൊന്നുമില്ല ആ പറഞ്ഞതിനോട്. അല്ല, അപ്പം ഈ അടുത്ത ആരോപണം പറയുന്നത് ഇത് വളരെ ബുദ്ധിപൂർവ്വം സെക്രട്ടറി ചെയ്തതാണ്, പണ്ട് നമ്മൾ ഒന്നായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രണയിനിയുടെ ഒരു പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമേ എന്നുള്ളൊരു അപേക്ഷയാണോ ഇതിൽ വരുന്നത്? അങ്ങനെ ഒരു ആരോപണം പറയുന്നത് അതിൽ വല്ല കഴമ്പുണ്ടോ? ഞാൻ അതിന് മറ്റൊരു മറുപടി പറഞ്ഞു നിർത്താം. CPM-ന്റെ അതായത് BJP 2014 അധികാരത്തിൽ വന്നത് ആ വർഷം നമ്മുടെ മരിച്ചുപോയ ഏറ്റവും വലിയൊരു പ്രൊമിനന്റ് ആയിട്ടൊരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, മനോരമയിലുണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? TV ഷണായി അല്ലേ? ഷണായി സാർ. അദ്ദേഹവുമായിട്ടൊരു ഇന്റർവ്യൂ മനോരമ വന്ന് ഞാൻ കണ്ടതാണ്. അതിനകത്തില് പല കാര്യങ്ങളും പറഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹം അവസാനം പറയുന്ന ഒരു സംഭവമുണ്ട്. അന്നത്തെ പാർട്ടി പ്രസിഡന്റ് BJPയുടെ ആരാന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹവും പ്രകാശ് കാരാട്ടും അടുത്തടുത്ത സീറ്റിലിരുന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അവർ പരസ്പരം കൈ കൊടുത്തിട്ട് പറയുന്നത്, ഞാൻ കേന്ദ്രത്തിൽ ചെയ്യുന്നത് നിങ്ങൾ കേരളത്തിൽ ചെയ്യുന്നത്, താങ്ക് യു വെരി മച്ച് എന്ന് പറയുമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. അതെന്താണ് കോൺഗ്രസ് മുക്ത ഭാരതം അല്ലെ കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം? അതിനുവേണ്ടി എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ തമ്മിൽ അലയൻസ് രഹസ്യമായിട്ടോ ഇനി അതല്ല പരസ്യമായിട്ടോ ഉണ്ടെങ്കിൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജെയ്സൺ എടപ്പാൾ എന്നാണ് വിളിക്കുന്നത്, മലപ്പുറത്തു നിന്നാണ് ജെയ്സൺ വിളിക്കുന്നത്, എടപ്പാൾ എന്നാണ്. ജെയ്സൺ കേൾക്കാമോ? ശ്രീ ജെയ്സൺ എന്ത് കരുതുന്നു? ഞാൻ എടപ്പാളാണ്. എടപ്പാളുകാരനാണ്. എടപ്പാളൊക്കെ എനിക്ക് അറിയാവുന്ന പ്രദേശമാണ്. ഞാൻ ഇടക്കിടക്ക് ആ വഴിയൊക്കെ വന്നിട്ടുണ്ട്. കേൾക്കുന്നില്ലേ? ഉണ്ടല്ലേ. ഇപ്പം ഇപ്പോഴത്തെ ഈ വിവാദം CPM BJP കോൺഗ്രസ് ബാന്ധവം. അതെ, ഗോവിന്ദമാഷ് പറഞ്ഞ പണ്ടുണ്ടായ ഒരു ചരിത്രം പറഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പും പല നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ ഇവിടെ ഇത് പൊക്കി പിടിച്ചോണ്ട് കോട്ടയം കൊണ്ട് നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് ആരാണ്? ആർക്കും തിരികൊളുത്തിയ ആളാണ്. ഇതിനകത്തൊന്നും വലിയ കഥയൊന്നും ഇല്ല.
ഇപ്പം വോട്ട് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം നിലമ്പൂര് ശക്തമായ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എം സ്വരാജിനെ എങ്ങനെയും തോൽപ്പിക്കണമെന്ന് മാത്രം. ഇവർക്ക് രാഷ്ട്രീയം പറയാനില്ലാത്തത് ഇതും ബഹുന്നമേഷ പറഞ്ഞത് കൊണ്ട് നടക്കുന്നത് മാത്രമല്ല, അതിനകത്ത് വേറെ കഥയൊന്നുമില്ല. ഇത് പല നേതാക്കന്മാരും മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ തന്നെ ഇപ്പൊ ഇത്ര വാർത്തകളുടെ ആവശ്യമില്ല. അപ്പോൾ ശ്രീ അതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ശ്രീ ജെയ്സൺ കരുതുന്നത് അവിടെ ഒരു ഇടത് അനുകൂല തരംഗം അവിടെ ഉണ്ടാകുമെന്നാണ് അല്ലേ നിലമ്പൂരിൽ? അവിടെ മത്സരം ഇടതുപക്ഷത്തിന് അനുകൂല തരംഗമെന്ന് ഞാൻ 100% പറഞ്ഞില്ല. മത്സരമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് സ്വരാജിന് ഒരു വിജയം തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഓക്കെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രസന്നകുമാർ കോട്ടയത്തു നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ പ്രസന്നകുമാർ, പ്രസന്നകുമാർ കോട്ടയത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം സ്ഥലം മറന്നുപോയോ? തിരുവനന്തപുരം, കോട്ടയം, ഏതാ? മോസ്കോ പാറമ്പുഴ. ഓക്കെ, അപ്പോൾ പാറമ്പുഴ. ഈ അവിടുത്തെ കോട്ടയത്തെ ആളുകളൊക്കെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എത്ര ഗൗരവത്തോടു കൂടിയാണ് ശ്രീ പ്രസന്നകുമാർ ചർച്ച ചെയ്യുന്നത്? സാറേ, ഇത് വലിയ ചർച്ചയൊന്നുമല്ല. പിന്നെ അച്ഛൻ മകന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതായിരിക്കും ചർച്ചയിൽ ഇത്ര പ്രത്യേകത. എന്താണ് ഇപ്പൊ താങ്കൾ നിന്ന് മനസ്സിലാക്കിയത്? RSS ആരുമായിട്ട് ഒരു ഇതിന്റെ ആവശ്യമില്ല, ബാന്ധവത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു RSS അല്ല പറയുന്നത്. അത് 67, 75, 89 BJP അല്ലെങ്കിൽ RSSകാർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ CPM-മായി ചേർന്നിരുന്നു, പ്രവർത്തിച്ചിരുന്നു, അവർ ഒരുമിച്ച് തെരഞ്ഞെടുപ്പുകൾ നേരിട്ടിരുന്നു എന്നാണ് ആരോപണം. അന്ന് ഞങ്ങൾ ചെറിയ സംഘടനയായിരുന്നു. ഞങ്ങൾ ചെറിയ സംഘടനയായിരുന്നു. ശരി, അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ വാദവും കൂടിയ. ശരി സാറേ, ഞാൻ പാർലമെന്റ് ഇലക്ഷനിലോട്ട് സാറിന്റെ കണക്ട് ചെയ്ത് കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിട്ടിയതിനും കാണുന്നു. ശരി, ഓക്കെ, താങ്ക് യു. ഏതായാലും ഒരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരും. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തമ്പുരാൻ്റെ അമ്മയെന്നാണ് ഒരു കമൻറ്റ് വായിച്ചത് കേട്ടോ, ഒരു രക്ഷണം എഴുതി. അപ്പോൾ അദ്ദേഹം തിരുത്തുകയാണ്, തമ്പുരാൻ്റെ അമ്മയല്ല, തമ്പുരുവിൻ്റെ അമ്മയാണെന്നാണ്. ഏതായാലും തമ്പുരുവിനും അമ്മയ്ക്കും പൊതുവേദിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അഡ്വക്കേറ്റ് JP ഗോപാലകൃഷ്ണപിള്ള എന്നോടൊപ്പം പൊതുവേദിയിൽ ചേർന്നിട്ടുണ്ട്. മനു, RSS ബന്ധം തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമല്ല, ജനത്തിനറിയാം എങ്ങനെ വോട്ട് ചെയ്യണം എന്ന് അവരത് ചെയ്യും എന്നാണ് അഡ്വക്കേറ്റ് JP ഗോപാലകൃഷ്ണപിള്ള പറയുന്നത്. ഏതായാലും പല വിഷയങ്ങളും ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ചർച്ച ചെയ്യും. പക്ഷേ ആത്യന്തികമായി ഈ ശ്രീ ഗോപാലകൃഷ്ണപിള്ള പറഞ്ഞതുപോലെ ഓരോ വോട്ടറും താൻ ആർക്കൊപ്പമാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. അത് പോളിംഗ് ബൂത്തിൽ അവർ വ്യക്തമാക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ അജയ്കുമാറിന് ചില പ്രേക്ഷകർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും വളരെ വസ്തുനിഷ്ഠമായി പഠിച്ചു പറയുന്ന ഒരാളാണ് എന്ന അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ വരികയാണ്. അപ്പോൾ നല്ല സത്യസന്ധമായി പറയും, നല്ല വിവരമുള്ള ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും അജയ്കുമാറിന് എൻ്റെ ആശംസകൾ. അജയ്കുമാറിന് ഞാനതാണ്, അദ്ദേഹം കാര്യങ്ങൾ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കി പറയുന്ന ഒരാളാണ്.
ഓക്കെ, രഘുനന്ദനൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് വീണ് കിട്ടുന്ന അവസരങ്ങൾ വെറുതെ പരസ്പരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു, അല്ലാതെ ഇതൊന്നും ഒരു ഗൗരവമേറിയ കാര്യം അല്ല എന്ന് എന്നോട് രഘുനന്ദനൻ പറയുന്നുണ്ട്. സന്തോഷ് കുമാർ പക്ഷേ പറയുന്നത് CPM-ൻ്റെ പോക്ക് ശരിയല്ല എന്ന് പറയുന്നു. എന്താണാവോ അങ്ങനെ ചിന്തിക്കാൻ കാരണം എനിക്കറിയില്ല, അതെന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പോക്ക് ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഈ ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ നമ്മൾ യുവാക്കളൊക്കെ ആയിരുന്ന കാലത്ത് വീട്ടുകാർ നമ്മൾ വീട്ടിൽ വരാൻ വൈകുമ്പോഴൊക്കെ തമാശയായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഗൗരവത്തിൽ പറയും നിൻ്റെ പോക്ക് ശരിയല്ല എന്ന് പറയും. അപ്പോൾ അതുപോലെ എന്തോ ഒരു പോക്ക് ശരിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂസ് 18 ചാനലിനെ ആരെങ്കിലും ഹൈജാക്ക് ഇത് കാണും. അപ്പോൾ ഈ ശബ്ദത്തിന് എന്തോ പ്രശ്നമുണ്ട്, അത് ഞാൻ ശരിയാക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂസ് 18 നമ്മുടെ ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധൻ അജയ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ശരിയാക്കുമെന്നാണ് അജയ് പറയുന്നത്. അപ്പോൾ ന്യൂസ് 18 ചാനലിനെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്ത് കാണും എന്ന് ഗോളാന്തരം പറയുന്ന ആരെങ്കിലും പലരും ഉറക്കം കെടുന്ന ചാനലാണ് ന്യൂസ് 18 എന്നാണ് പറയുന്നത്. അങ്ങനെ ആളുകൾ അങ്ങനെ ഉറക്കം കെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചില സത്യങ്ങളൊക്കെ എല്ലാവരും കേട്ട് അവർ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്നോട് ഒരു സുനിൽകുമാർ ചോദിക്കുന്നു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനു സാർ ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു, അതിലൊരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുന്നു. ഞാൻ മോളുടെ കാര്യം എന്തായെന്ന് ചോദിച്ചതാണ്. അപ്പോൾ മോള് ഇൻറ്റിഗ്രേറ്റഡ് BSc MSc ഡാറ്റാ സയൻസ് കോഴ്സിന് ചേർന്നു. ഞങ്ങൾ തൊടുപുഴയിലാണ്, കോളേജ് മൂവാറ്റുപുഴയിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആ കുഞ്ഞിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ ഈ ഒരു BSc MSc കോഴ്സിനാണ്, ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സിനാണ് ഈ കുട്ടി ചേർന്നിരിക്കുന്നത്. മികച്ച വിജയം കരസ്ഥമാക്കി. ഫുൾ A+ ആണല്ലോ കുട്ടിക്ക് +2-ന് കിട്ടിയത്. അപ്പോൾ അന്ന് നമ്മൾ പൊതുവേദി ഒരു ആശംസയൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ ആ മോളെ ഇനി ഇതുപോലെ MScക്കും BScക്കും, BSc സ്വാഭാവിക അത് ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് MScയും ഒരു വലിയ വിജയമായി പൂർത്തിയാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രേക്ഷകരുടെ എല്ലാ പിന്തുണയുണ്ട്, നമ്മുടെ പൊതുവേദി കുടുംബത്തിൻ്റെ എല്ലാ സപ്പോർട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇത് ലൈവാണോ എന്ന് എന്നോട് ചോദിക്കുന്നു. കാരണം എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത് നമ്മുടെ ന്യൂസ് 18 പൊതുവേദിയുടെ പരിപാടി അത് ലൈവാണ്. അത് നിങ്ങൾ വിളിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ സ്വാഭാവികമായിട്ട്. നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ തന്നെ ഞാനിത് വായിക്കണമെങ്കിൽ സ്വാഭാവികമായി ലൈവായിരിക്കണമല്ലോ. ജയകുമാർ പറയുന്ന അന്ന് EP, ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ. അപ്പോൾ അന്ന് EP ഇതുപോലെ ഒരിത് പറഞ്ഞു. ഓക്കെ, അതാണ് അന്ന് പ്രശ്നമായത്. അപ്പോൾ ലൈവ് ആണെന്ന് ജലേഷ് ജോണും പറയുന്നുണ്ട്, അതേന്ന് എന്നോട് പറയുന്നു. ഓക്കെ, വിളിക്കുന്നവരുടെ ശബ്ദം വ്യക്തമായി കേട്ടുകൂടാ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ പരിശോധിക്കുന്നുണ്ട്, അത് നമുക്ക് ഇപ്പം ശരിയാക്കാം. നമ്മുടെ പപ്പു ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഒരു മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടൊരു മികച്ച കലാകാരനായിരുന്നു ശ്രീ പപ്പു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അതുപോലെ നമുക്കത് ഇപ്പം ശരിയാക്കും. ഓക്കെ, പിന്നെ എന്നോട് ബ്ലൈറ്റി ഉണ്ട് കേട്ടോ, നമ്മുടെ ലണ്ടനിൽ ഇരുന്നാണ് ബ്ലൈറ്റി കാണുന്നത്. അപ്പോൾ ബ്ലൈറ്റി പക്ഷേ ജോലി തിരക്കിലാണെന്നാണ്, ലൈവ് കണ്ടിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ റെക്കോർഡിംഗ് എല്ലാ ദിവസവും രാത്രി കാണാറുണ്ട്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ സംഘർഷം ഒഴിച്ചു നിർത്തിയാൽ പരിവാറിന് മമത ഇടേണ്ടതായിരിക്കും. ഓക്കെ, അപ്പോൾ ബ്ലൈറ്റി നമ്മുടെ ലണ്ടനിൽ ഇരുന്നാണ്, ഇടയ്ക്ക് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി ആരോഗ്യ മേഖലയിലുള്ളവരുടെ തിരക്കൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും അദ്ദേഹം റെക്കോർഡഡ് വെർഷൻ കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്ലൈറ്റിക്ക് എൻ്റെ ആശംസകൾ. മാത്രമല്ല താങ്കളുടെ സഹപ്രവർത്തകരെല്ലാം പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കണം. പ്രത്യേകിച്ച് ആരോഗ്യ മേഖല, നമ്മളെപ്പോഴും പറയുന്ന പോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സേവനം അത് അങ്ങേയറ്റത്തെ ഒരു പ്രതിബദ്ധതയും അത് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും നിറഞ്ഞതാണ്. അപ്പോൾ അവരുടെ ആ ഒരു പ്രയത്നത്തെ എല്ലാ ഘട്ടത്തിലും നമ്മൾ അനുമോദിക്കണം. അപ്പോൾ എല്ലാവർക്കും പൊതുവേദിയുടെ ആശംസകൾ. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് ഷാജു ജേക്കബ്. ശ്രീ ഷാജു. ഹലോ. ശ്രീ ഷാജു എവിടുന്നാണ് വിളിക്കുന്നത്? ഇടുക്കി. ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കിയിൽ എവിടെ? ഇടുക്കിയിൽ ഉടുമ്പൻചോല. ഓക്കെ. അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്തത് നമ്മുടെ അജയ് ഇത് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലരൊക്കെ എന്നെ പരിഹസിക്കുന്നുണ്ട്, ഇപ്പം ശരിയാക്കും എന്നൊക്കെ പറയണ്ട. അപ്പം ശരിയായി കേട്ടോ, അജയ് നമ്മുടെ മിടുക്കനായ ഇവിടുത്തെ സാങ്കേതിക അതെ. അപ്പോൾ ശ്രീ ഷാജുവിന് എന്താണ് തോന്നുന്നത്? കേൾക്കാമോ? കേൾക്കാം. എക്കാലവും എല്ലാ ഇലക്ഷനും CPM RSS കൂട്ടിക്കൂടുന്നുണ്ടല്ലോ. ആണോ? ഈ ഇലക്ഷനും അവരത് ചെയ്തിട്ടുണ്ട്. ആണോ? എല്ലാ ഇലക്ഷനിലും അവർ കൂട്ടുകൂടാറുണ്ടോ? ശരി, ആരുമായിട്ട് കൂട്ടുകൂടിയാലും ശരി, ഷൗക്കത്ത് അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും.
എത്രയാ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം എത്രയാ? ഷാജുവും അവിടുത്തെ ആളുകളൊക്കെ നമ്മുടെ ഉടുമ്പൻചോലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കും. ഏതായാലും നമുക്ക് 23-ാം തീയതി കഴിഞ്ഞൊന്ന് നമുക്ക് ഒന്നും കൂടി ഫോൺ വരുമ്പോൾ 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കും എന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അത് ശരിയാണോ എന്ന് ഞാൻ 23-ന് ഞാൻ പറയാം. ഞാൻ എന്തായാലും ഇത് ഓർത്ത് വയ്ക്കും കേട്ടോ. ഓക്കെ താങ്ക് യു. അപ്പോൾ സന്തോഷം താങ്കൾ നമുക്കൊപ്പം ചേർന്നതിന്. അപ്പോൾ ബ്ലൈറ്റിക്ക് നമ്മുടെ പല പ്രേക്ഷകരും പിന്നെ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിജോന് എന്തോ പിന്നെ സ്വരാജിനെ അത്ര ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. ഓക്കെ, അർജുൻ എന്നോട് ചോദിക്കുന്ന ലൈവ് ആണോ എന്ന് സംശയം വന്നത് യൂട്യൂബിൽ 2 ലൈവ് കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുണ്ട് അല്ലേ? അത് നമ്മൾ നേരത്തെ ഒരു ലൈവ് സ്ട്രീം തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായി ഇത് തുടങ്ങും. ഇതല്ലാതെ നമ്മുടെ ഒരു ലൈവ് സ്ട്രീം പൊതുവേദി സ്വന്തം നിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റ് ലൈവ് സ്ട്രീമുകളിലാകുമ്പോൾ നമുക്കിതിൽ പ്രതികരണങ്ങൾ വായിക്കാനൊക്കെ ഒരു പ്രയാസം വരും. കാരണം അവർ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പ്രതികരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതികരണം പൊതുവേദിയുടെ പ്രതികരണമായി വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ലൈവ് ആണോ എന്ന് അർജുൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അർജുൻ ലൈവ് ആണെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. അപ്പോൾ ഇവിടെ സ്ഥിരം വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്പർ. ഓക്കെ, അത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ സുനിൽകുമാർ എനിക്ക് തംസപ്പൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ മോള് മികച്ച പഠനം നടത്തുന്നു എന്നതിൻ്റെ പ്രതീകമായാണത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ശ്രീരാജൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീരാജൻ, കുറേ ദിവസമായല്ലോ, ഇത് എന്ത് പറ്റി? അത് ഞാൻ പുറത്തെ സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു. വിദേശത്ത് പോയോ? വിദേശത്ത് പോയോ? വിദേശത്ത് പോയി. ദുബായിൽ പോയി. ദുബായിലായിരുന്നു. ദുബായ് പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ ദുബായ് ഒക്കെ കറങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്? ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് ഇതൊക്കെ പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് സമയം തരണം എനിക്ക്. ഇന്നത്തെ ഡ്രസ് ഏതായാലും കളിക്കുക, കളർ കോമ്പിനേഷൻ അടിപൊളി. അത് പോട്ടെ. അതിപ്പോ നീ ഞാൻ പറയുന്നത് കേട്ടോ, എനിക്ക് കോൺഗ്രസ്സുകാരോട് സ്നേഹമേ ഉള്ളൂ. കാരണം വെച്ചാൽ തൃശ്ശൂരിലെ 77,000 വോട്ട് കൊടുത്ത് ഞങ്ങളുടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് ഒരു MP ആയിട്ട് ഞങ്ങൾക്ക് തന്നു. പിന്നെ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് BJPയുടെ ഒരു പ്രോഗ്രാമിന് പിന്നെ ഒരു 15 മിനിറ്റോളം VD സതീശൻ വന്ന ഒരു വിളക്ക് കൊളുത്തി. എന്നിട്ട് പുള്ളി നല്ലൊരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചു. വളരെ നല്ല കാര്യമായിട്ട് പുള്ളിയുടെ പിന്നെ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കണമെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ആരോ ഫോട്ടോ എടുത്ത് ഇത് പുറത്തിട്ടു. പിന്നെ എനിക്ക് സുധാകരനോട് നന്ദിയുണ്ട്. സുധാകരൻ പറഞ്ഞു ഏത് നിമിഷം എനിക്ക് തോന്നിയാൽ BJP പോകുമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ഞങ്ങൾ BJP ചെന്നാൽ ഞങ്ങളെ പൊന്നുപോലെ കൊണ്ടു നടക്കുമെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, ഇവിടുത്തെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കളെ സംഭാവന ചെയ്തു കോൺഗ്രസ്സുകാര്. ഒന്ന് AK ആന്റണിയുടെ മോനെ നല്ലതായിട്ട് സംഭാവന ചെയ്തു. അത് കൂടാതെ കരുണാകരന്റെ മോൾ ഇപ്പം ഇന്ത്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ആകാൻ പോവാ. അല്ലാതെ ഈ അളിഞ്ഞ കോൺഗ്രസിനകത്ത് നിന്ന് പഴുത്ത് എന്തോ കിട്ടാനാ വേണ്ട. അവള് പോകാൻ പോകുന്നു ഇന്ത്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായിട്ട്. അതൊക്കെയാ നല്ല കാര്യം എന്ന് പറയുന്നത്. അവസരത്തിനൊത്ത എല്ലാവരും കൂട്ടുപിടിച്ചിട്ടുണ്ട്. പല പഞ്ചായത്തും കോൺഗ്രസും BJPയും കൂടെ കൂട്ടുകൂടി ഭരിച്ചിട്ടുണ്ട്. ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തെ താഴെ ഇറക്കിയിട്ടുമുണ്ട്. ഇടതുപക്ഷം തൃശ്ശൂരിൽ അവർക്ക് വോട്ട് കൂടി. പക്ഷെ കോൺഗ്രസിന്റെ 77,000 വോട്ട് നമ്മുടെ സുരേഷ് ഗോപിക്ക് കൊടുത്ത് ജയിപ്പിച്ചു. വളരെ നന്ദിയുണ്ട് ആ കാര്യത്തിൽ. ഓക്കെ സാറേ. ഓക്കെ, ഏതായാലും അങ്ങേക്ക് പല ആളുകളും ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട്. ദുബായ് ഷെയ്ഖിനെ കാണാൻ പറ്റിയോ എന്നൊക്കെ ചിലർ യൂട്യൂബിൽ ചോദിക്കുന്നുണ്ട്. ശ്രീരാജന് ദുബായ് ഷെയ്ഖിനെ കാണാൻ. ദുബായിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോയതാ. കല്യാണം അവിടെ വെച്ച് നടത്തി. ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു, കണ്ടു, പോന്നു. അത് ശരി. എന്താ കൊണ്ടുവന്നത് അവിടെ നിന്ന്, ദുബായിന്ന്? ഒന്നും കൊണ്ടുവന്നില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഞാനും എന്റെ വൈഫും മാത്രമേ ഉള്ളൂ, പ്രായമുള്ളവർ. എന്റെ മോൻ അമേരിക്കയിലാണ്, ഡോക്ടറാണ്, ഇവിടെ ചിക്കാഗോയിലാണ്. മോള് കുവൈറ്റിലാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് മോളും ഡോക്ടറാണ്. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. ഞാൻ പിന്നെ CBIയിലായിരുന്നു, റിട്ടയർ ആയി, 67 വയസ്സുണ്ട്. അതെനിക്കറിയാം, റിട്ടയർ ചെയ്ത കാര്യം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായാണ്. അതിനുശേഷം നമുക്ക് ഗോപകുമാർക്ക് ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊക്കെ വരാം. ഒരു ചെറിയ ഇടവേള. ഓക്കെ, ഷോർട്ട് ബ്രേക്ക്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക്
ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ നമുക്കിപ്പം പിന്നെ VC തോമസ് പറയുന്നത് RSSുമായി CPM കൂട്ടുകൂടിയാൽ ഇവിടെ പിന്നെ കോൺഗ്രസ് ഉണ്ടാകില്ല എന്ന് പറയുന്നു. പിന്നെ അസീസ് പാങ്ങിൽ പറയുന്നത് ഇതുപോലെ UPA സർക്കാർ നിലവിൽ വന്നത് CPIM-ൻ്റെ പിന്തുണയോട് കൂടിയല്ലേ? അപ്പോൾ ചാറ്റർജിയുടെ RSS ബന്ധം പോലെ അദ്ദേഹത്തിൻ്റെ സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് എന്തുകൊണ്ട് മൗനം എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ മഹേഷ് കൊല്ലത്തുനിന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ മഹേഷ്. നമസ്കാരം മനു. നമസ്കാരം. ശ്രീ മഹേഷ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ ഭയങ്കര വിവാദം പൊട്ടി പുറപ്പെടുകയാണ്. RSS ബന്ധവും 65 തൊട്ടുള്ള കഥകൾ ഇങ്ങനെ, രാഷ്ട്രീയ ചരിത്രമൊക്കെ ഇങ്ങനെ ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. ശ്രീ മഹേഷിന് എന്ത് തോന്നുന്നു? ഇതൊക്കെ എന്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് കാണുന്നത്? ഇതൊക്കെ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അവിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു കൂട്ടുകെട്ടാണ് ഇപ്പൊ കാണുന്നത്. ഇത് കുറെ കാലം കൊണ്ട് ഇവർ തുടങ്ങിയത്. കഴിഞ്ഞ നിയമസഭാ തൊട്ട് ഈ ഒരു നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു നിലപാട് കൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് അധികാരത്തിൽ വരാഞ്ഞതും CPM-ന് വീണ്ടും LDF-ന് വീണ്ടും തുടർഭരണം കിട്ടിയത്. അപ്പൊ അതൊക്കെ ഇവര് തമ്മിലുള്ള ഒരു അന്തർധാരയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ഓഫീസുമായിട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും കേന്ദ്ര ഏജൻസികൾ നടത്തുന്നില്ല. അതെല്ലാം നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ഇങ്ങനെ മാഞ്ഞു പോവുക. ഒന്നിനും ഒരു നടപടിയില്ല. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാർക്കും എതിരെ ED ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര ഏജൻസികളും കയറി ഇറങ്ങി നടപടികളും കേസും ചോദ്യം ചെയ്യലുമായിട്ട് നടക്കുക. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ബാധിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ബാധിക്കുന്ന, അദ്ദേഹത്തിന്റെ ഓഫീസിനെയും ബാധിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഇവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ളതിനുള്ള തെളിവുകളല്ലേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മനു? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് അത് ദീപു കൂടി ചേരുന്നുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി ദീപുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദീപു, നിങ്ങൾ ഇങ്ങനെ ബാന്ധവമൊക്കെ ഉള്ള ആളുകളാണെന്നാണ് പറയുന്നത്. അതെ, അല്ല, ഈ മഹേഷ് കൊല്ലത്തിന് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിക്കാം. കാരണം എന്താ വെച്ചാല്, ഈ CPM-ഉം BJP-യും തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസുകളെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ആദ്യമേ ചെയ്യാമല്ലോ. എന്തിനാണ് കേസുകൾ വരുത്തി പിന്നെ അത് വേണ്ടാന്ന് വെക്കുന്നത്? നേരത്തെ തന്നെ അത് വേണ്ടാന്ന് വെച്ചപ്പോൾ ഇപ്പൊ സാധാരണ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഒരു കേസും ഇല്ല, ആർക്കും ഒരു ഇതും ഇല്ല, വാഷിംഗ് മെഷീനായിട്ട് പോവുകയാണ്. പക്ഷെ കേരളത്തിൽ അത് നടത്തുമ്പം ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ. ഇനി ഈ വിഷയത്തിലേക്ക് വന്ന മനു, അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് രാജ്യം നേരിട്ട ഏറ്റവും ഫാസിസ്റ്റ് നടപടിയാണെന്നുള്ളതിനകത്ത് എന്തെങ്കിലും തർക്കമുണ്ടോ? മാധ്യമങ്ങളടക്കം മറ്റുള്ളവരെല്ലാവർക്കും എന്തിന് കുടുംബാസൂത്രണം വരെ ചെയ്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? എല്ലാരെയും പിടിച്ച് വന്ധ്യംകരിക്കുന്ന പരിപാടി വരെ ഉണ്ടായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും കറുത്ത ദിനങ്ങളായിരുന്നു അത്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ അവരെ അടിച്ചു പായിച്ചത്.
ആ സന്ദർഭത്തിൽ ഈ നാട്ടിലെ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ ഇതിനെതിരെ നിന്നിട്ടുണ്ടാകും. അതിന് ആ സമയത്ത് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നിൽക്കുന്നത്? എല്ലാവരും ഈ കഴിഞ്ഞ യുദ്ധത്തിന് എല്ലാവരും ഒരുമിച്ച് നിന്നു. പക്ഷെ അതല്ല സതീശൻ ഇപ്പൊ ഇന്ന് പറഞ്ഞ അതല്ല 89 പറയാം, അതിലേക്ക് വരാം. അപ്പൊ എല്ലാ യുദ്ധവും നടക്കുന്നു. അപ്പൊ യുദ്ധത്തിന് നമ്മളെല്ലാം ഒരുമിച്ച് നിന്നു. അതുകൊണ്ട് നാളെ കോൺഗ്രസ് ആരോപിക്കുന്നത് BJPയും CPMും എല്ലാം യോജിച്ച് യുദ്ധത്തിന് നിന്നു എന്ന് പറയുമോ? ഒരു കോൺഗ്രസ് ഇതിനകത്തുള്ള ഏറ്റവും മെയിനായിട്ട് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ആരാ കൊണ്ടുവന്നത്? കോൺഗ്രസ് അല്ലേ. ആ കോൺഗ്രസ് ആണ് അടിയന്തരാവസ്ഥയ്ക്ക് മറ്റുള്ളവരെല്ലാം യോജിച്ചു എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നീച പ്രവൃത്തി, ഭരണകൂട ഭീകരത നടത്തിയത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരേ ഒരാളാണ്. അതിനകത്ത് എത്ര ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടു? എന്നിട്ട് ഈ ഭീകരത മുഴുവൻ നടത്തിയവർ പറയാണ് നിങ്ങൾ യോജിച്ചു എന്ന്. ചെയ്ത് ഈ എല്ലാ വൃത്തികേടും ചെയ്തവന്മാരും ഉണ്ടായിരിക്കുക. ഇനി സതീശൻ കാണിച്ച പടം എന്താണ്? ആ സതീശൻ കാണിച്ച പടത്തിന്റെ ഒരു ഫാക്ട് ചെക്ക് ഞാൻ നോക്കി. ഇന്ത്യ ടുഡേയിൽ ഒരു ഫാക്ട് ചെക്ക് ഉണ്ട്. അത് 3ാമത്തെ ചിത്രമായിട്ടാണ് കിടക്കുന്നത്. ഈ പറയുന്ന EMSും ഒക്കെ ഇരിക്കുന്നു, ബാക്കില് പിന്നെ രാമറാവും ബാക്കി BJPയുടെ 2-3 നേതാക്കളും ഒക്കെ ഇരിക്കുന്നു. The third picture is from 1989. It was a meeting of opposition leaders at Andhra Bhavan in Delhi. It was published in the Week. വീക്കിൽ പബ്ലിഷ് ചെയ്ത പോലെ. വീക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പം നിങ്ങളുടെ ഇതിനകത്ത് ചിത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സതീശൻ. അത് വീക്കിലാണ് കൊടുത്തത്. വീക്ക് ആരാ? മനോരമയുടെ സ്വന്തം ആള്. അല്ല, വീക്ക് മനോരമ ആരാ? സതീശന്റെയും പാർട്ടിയുടെ സ്വന്തം ആള്. അവരെന്താ എഴുതിയിരിക്കുന്നത്? ആ പിക്ചറിന്റെ തൊട്ട് താഴെ, ആ സതീശൻ കാണിക്കുന്നതിന്റെ തൊട്ട് താഴെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്ന. ആ നാഷണൽ ലീഡേഴ്സിനൊക്കെ before their meeting to decide a mass resignation of opposition members of parliament at Andhra Bhavan in 1989. ആ സന്ദർഭത്തിലാണ് എല്ലാ ഓപ്പോസിഷൻ ലീഡേഴ്സും, അങ്ങനെ രാജ്യത്തിന്റെ ഒരു കാര്യത്തിൽ ഒരു ഓപ്പോസിഷൻ ലീഡേഴ്സ് എല്ലാം വന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പം അത് ചർച്ചയുടെ ഫലമായിട്ട് നമ്മൾ എന്ത് തീരുമാനിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്, ഓരോരുത്തരാ തീരുമാനിക്കുന്നത്, അല്ലാതെ അവർ മുന്നണി ഉണ്ടാക്കിയോ? ഇവിടെ ഈ VP സിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. VP സിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ VP സിംഗിന്റെ സർക്കാരല്ലേ ബീഹാറിൽ ഈ പറയുന്ന രഥമായിട്ട് വന്നതിനെ പിടിച്ചു കെട്ടിയത്? ആ രഥത്തിനെ പിടിച്ചു കെട്ടിയത് കൊണ്ടിട്ടല്ലേ ഈ BJP പിൻവലിച്ചത്? ആ പിൻവലിച്ചപ്പോഴല്ലേ ആ BJPയുടെ ഈ രഥത്തിന്, അതായത് ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി രഥയാത്ര നടത്തിപ്പോയ BJPയെ പിടിച്ചു കെട്ടിയ VP സിംഗ് സർക്കാരിനെ മറിച്ചിടാൻ BJP നോക്കുമ്പോൾ ആ യോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത് ആ സർക്കാരിനെ പുറത്തിറക്കിയതാരാ? ഈ കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് ഇവിടെ വന്നിട്ട് ഈ വലിയ വീരവാദം. സതീശൻ ഈ ഫോട്ടോ കാണിക്കുമ്പോൾ ഒരു ഫോട്ടോ കൂടെ കാണിക്കണം. ഏതാണെന്നറിയോ? ഈ പറയുന്ന RSS നേതാക്കളുടെ മുന്നിൽ കുനിഞ്ഞ് കുമ്പിട്ട് നിന്ന് വിളക്കെളുത്തുന്ന ഒരു ഫോട്ടോ ഇല്ലേ മനു? നിങ്ങൾക്കറിയാലോ, ഇല്ലേ? ആ ഫോട്ടോ എവിടെ സതീശായിരുന്നു? നിങ്ങൾ ചോദിക്കട്ടെ. നിങ്ങളുടെ മുന്നിലല്ലേ അയാൾ ആ ഫോട്ടോ പ്രവർത്തിച്ചത്? സതീശ സാറേ, നിങ്ങളൊരു ഫോട്ടോ ഉണ്ടല്ലോ, അതുകൂടെ കാണിക്കാത്തത് എന്താണ്? അവിടെ ന്യൂസ് 18ന്റെ മാധ്യമ പ്രവർത്തകനാണ് അരുൺ അവിടെ പോയിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഡാൻ കുര്യനായിരിക്കും പോയിട്ടുണ്ടാവുക. അവരെന്താണ് അത് ചോദിക്കാത്തത്? ഇത് ചോദിക്കണം സതീശിനടുത്ത്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു ജനസംഘം ഇന്ത്യയിൽ ഏതോ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ടത്. എനിക്കറിഞ്ഞൂടെ, എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് എനിക്കറിഞ്ഞൂടാ. മനുവിന് ഈ ചരിത്രമെല്ലാം അറിയാവുന്നത് കൊണ്ട് പറയാണ്. ജനസംഘം ബീഹാറിൽ ഭരിച്ചിട്ടുണ്ടോ? അവിടെ CPMും കൂടെ ചേർന്ന് ഭരിച്ചിട്ടുണ്ടോ? CPM കേന്ദ്രത്തിൽ അധികാരം കിട്ടിയപ്പോ പോലും എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിലേക്ക് ഇല്ല എന്നാ പറഞ്ഞു. അപ്പോഴാണ് ജനസംഘത്തിനോടൊപ്പം ഭരിക്കാൻ പോകുന്നത്. എനിക്ക് അറിഞ്ഞൂടാ ഇനി അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഞാനിനി ഇത് പറഞ്ഞ് എല്ലാം അറിവുള്ളവൻ എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ ഈ നാട്ടിൽ എന്ന് പറയുന്നത് പോലെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളെ വെച്ചിട്ട് ഈ പറയുന്ന കോലീബി ബന്ധം ഉണ്ടാക്കിയത് ആരാ? ഈ ലീഗുകാരൻ റഷീദ് കൊയിലാണ്ടി പറയുന്നവർ ഈ ലീഗുകാർ കൊണ്ട് കൊടുത്തില്ലേ ഈ നാരങ്ങ വെള്ളവും ബിസ്ക്കറ്റും? എന്നിട്ട് എന്താ ഫിറോസ് വീണ്ടും പറയുന്നത്? ഞങ്ങൾ ഇനിയും കൊടുക്കും, ഇനിയും നാരങ്ങ കൊടുക്കും, ബിസ്ക്കറ്റ് കൊടുക്കും, ഞങ്ങൾ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുമെന്നേ അത് ഞങ്ങൾ പറയും. അപ്പോഴത്തേനും ഗോവിന്ദ മാഷ് പറഞ്ഞത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഗോവിന്ദ മാഷ് കൃത്യമായല്ലേ പറഞ്ഞത്? എന്താ അതിനകത്ത് തെറ്റുള്ളത്? ഗോവിന്ദ മാഷ് കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. ആ കാര്യത്തിൻ്റെ അകത്ത് പറയുന്നതിനകത്ത് വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഭാഗം മാത്രം അടർത്തി എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് നാടിന്റെ അനിശ്ചിതാവസ്ഥ എന്താ? അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഭരണകൂട ഭീകരത. ഈ ഇന്ദിരാഗാന്ധി എന്നിട്ട് നീർജ ചൗധരി എന്ന് പറയുന്ന ഒരു പിന്നെ നിങ്ങളുടെയൊക്കെ ഗുരുവായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്. അധികാര ഇടനാഴികളിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു പണ്ട്? അവരൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹൗ പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് എന്ന് പറഞ്ഞിട്ട്. ആ ബുക്കിനകത്ത് ഈ പറയുന്ന RSSുമായിട്ട് ഈ ഇന്ദിരാഗാന്ധി
ആ 1977 പിന്നെ സഖ്യം ചോദിച്ചു. അപ്പൊ അവരെന്താ പറയുക, ഞങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ടു മൊറാർജി ദേശായി, ഞങ്ങൾ വരുന്നില്ല, ഇനി ഞങ്ങൾ ആലോചിക്കാന്ന്. എന്നിട്ട് ഈ 1984 ഇവർ മരിച്ചു കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി പിന്നെ രാജീവ് ഗാന്ധി ഇവരുമായിട്ട് ചർച്ച നടത്തിയതിനെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. മനു അതിനെപ്പറ്റി കൃത്യമായി പുറത്തറിയിക്കണം. ആ ബുക്കിനകത്ത് കൃത്യമായി പറയുന്നുണ്ടെന്ന് ഞാൻ മറ്റൊരു ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകനാ പറഞ്ഞത്. അത് മനുവിനും അറിയായിരിക്കും. ഈ നീർജ ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് എന്ന ബുക്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ എല്ലാ വൃത്തികേടും ചെയ്ത് RSSനോടൊപ്പം ചേർന്നിട്ട് RSS പൊളിച്ചു കളഞ്ഞ അമ്പലത്തിന് 12 ഇഷ്ടിക വെള്ളിക്കട്ട കൊടുത്തതാരാ? എനിക്ക് എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞത് ഈ പറയുന്ന നിലമ്പൂരിലെ എനിക്ക് നമ്മുടെ സമയം അതിക്രമിച്ചു. എനിക്കൊരു ചെറിയ ഇടവേളയും കൂടി എടുക്കേണ്ടതുകൊണ്ടാണ് ദീപു. ഏതായാലും താങ്കൾക്ക് ദീപുവിന് ധാരാളം സമയം കൊടുത്തെന്ന് പറഞ്ഞ ആളുകൾ കമൻ്റ് ഇടുന്നു കേട്ടോ. ഏതായാലും ഓക്കെ, ശരി, ഒരു ഷോർട്ട് ബ്രേക്ക്. ഞാനിതാ മടങ്ങി വരുന്നു പെട്ടെന്ന്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികൾ. ഓക്കെ, നമ്മുടെ പ്രേക്ഷകൻ ജലേഷ് ജോൺ എന്നോട് ദീപുവിനോട് വിമർശനമാണ്. ഓക്കെ, ആയിക്കോട്ടെ. ജലേഷൻ അദ്ദേഹത്തിന് കൂടുതൽ സമയം കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഓക്കെ, സതി ബാബുരാജ് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സതി ബാബുരാജിനെ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടില്ല എന്ന്. നമസ്കാരം മനു, ദിസ് ഇസ് ടു റോങ് മനു. ഇൻ ദി ടൈം RSS not have only one support. They are progressive in any elections. Are you okay? For our 4 Sevakandras are going well and for your blessings എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ 4 സേവന കേന്ദ്രങ്ങൾ നടത്തുന്നു. ഒന്ന് നിരാലംബരായ അമ്മമാർക്ക് വേണ്ടിയാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 4 കേന്ദ്രങ്ങൾ വളരെ നന്നായി പോകുന്നു എന്നാണ്, പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദിലീപ് കുമാർ എന്നോട് ചോദിക്കുന്നു, വടകര ബേപ്പൂർ മോഡൽ UDF മറന്നോ എന്ന് ചോദിക്കുന്നു. പിന്നെ ഓക്കെ, പലർക്കും ഈ ടൈം ഓവർ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പലപ്പോഴും ചില ആളുകൾ കുറച്ച് സമയം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ സ്റ്റാൻഡ് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ മറ്റാളുകൾ പറഞ്ഞ് വരുമ്പോൾ അവർക്ക് മറുപടി പറയാനുള്ളവർക്ക് അതിനുണ്ടെങ്കിൽ അതിന് കൂടുതൽ സമയം കൊടുക്കുന്നു എന്നുള്ളത്. അത് പക്ഷേ വസ്തുനിഷ്ഠവും കൃത്യവുമായിരിക്കണം എന്നുള്ളത്. എനിക്ക് CPM ആശയവുമായിട്ട് യാതൊരു തരത്തിലുള്ളൊരു അടുപ്പമൊന്നുമില്ല. പക്ഷേ ആളുകൾക്ക് പറയാനുണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കാനുള്ളൊരു അവസരം കൂടിയാണെന്ന അർത്ഥത്തിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഏതായാലും പ്രസന്നൻ KS പറയുന്നു, ചിലർക്ക് പ്രസംഗിക്കാൻ കൂടുതൽ സമയം കൊടുക്കുന്നു എന്ന്. ഓക്കെ, പൊതുവേദി ഒറ്റവേദിയാക്കരുത്, അങ്ങനെ വളരെയധികം. ഓക്കെ, ഏതായാലും see you tomorrow എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് പൊതുവേദി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. കൂടുതൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാം. ആളുകൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ, അതിൽ ആളുകൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായി നമുക്ക് നാളെ അവസരമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.